ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1945. ഇന്ന് ഏപ്രിൽ മാസം 28-ാം തീയതി 118-ാമത്തെ ദിവസത്തിലെത്തി. കുഞ്ഞുങ്ങളുടെ ശാഠ്യങ്ങളെയൊക്കെ നമ്മൾ പൊതുവെ സ്നേഹ ശാഠ്യങ്ങളായിട്ട് വിലയിരുത്താറുണ്ട്, കാണാറുണ്ട്. അങ്ങനെയാണ് പൊതുവെ എല്ലാവരും കൈകാര്യം ചെയ്യുന്നത്. കുഞ്ഞുങ്ങളല്ലേ എന്നാണ് നമ്മൾ നമ്മളോട് തന്നെ പറയുന്നത്. മുതിർന്നു കഴിഞ്ഞാലും നമ്മളിൽ ഈ കുഞ്ഞുങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അവരിലെ ഈ ശാഠ്യങ്ങളും സ്നേഹനിർബന്ധങ്ങളും ഒക്കെ ഉണ്ടാവും. അങ്ങനെ അവയൊന്ന് കാണാനും കൈകാര്യം ചെയ്യാനും നമ്മൾ എപ്പോഴാണ് പാകപ്പെടുക? ക്രിസ്തു മാതൃകയിൽ നമ്മളും അതിനൊന്ന് പാകപ്പെടണ്ടേ? പറഞ്ഞു വരുന്നത് നമ്മുടെ കർത്താവിന്റെ പന്തിരുവിൽ ഒരുവനായ ഭാരതത്തിന്റെ അപ്പോസ്തലൻ കൂടിയായ തോമസ് ലീഹായെ ഓർത്തപ്പോഴാണ്. ശിഷ്യന്മാരൊക്കെ അടച്ചിട്ട മുറിയില് പ്രാർത്ഥിച്ചു കഴിയവേ എന്ന് പറയുമ്പോൾ പേടിച്ചും കൂടി കഴിയവേ എന്ന് പറയേണ്ടി വരും. അങ്ങനെയൊരു സാഹചര്യത്തില് അവർക്കിടയിലേക്ക് അവരാരെയും പ്രതീക്ഷിക്കുന്നില്ല, സാക്ഷാൽ ദൈവപുത്രനെ പോലും. അതിന് മധ്യത്തിലേക്ക് നമ്മുടെ കർത്താവ് എങ്ങനെ ആഗതനാകുന്നു അറിയില്ല. നിങ്ങൾക്ക് സമാധാനമെന്ന് ആശംസിക്കുന്നു. സമാധാനവും സ്വസ്ഥതയും നഷ്ടപ്പെട്ട ഒരു ചെറു സമൂഹം നാളെ അവർ ലോകത്തിന്റെ മുഴുവൻ നേതാക്കന്മാരായി മാറേണ്ടവരാണ്. അവർക്ക് സമൃദ്ധിയെ നൽകേണ്ടത് സമാധാനമാണെന്ന് ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ കർത്താവിന് നന്നായി അറിയാമായിരുന്നു. പക്ഷേ അവർക്കിടയിൽ തോമസ് ലീഹയിലായിരുന്നു. തോമസ് ലീഹായെ വീണ്ടെടുക്കാനായിട്ടുള്ള നമ്മുടെ കർത്താവിന്റെ പരിശ്രമം മനുഷ്യരോടുള്ള നമ്മുടെ സാധാരണ ബന്ധത്തെ കുറെ കൂടി ഭംഗിയാക്കേണ്ടതാണ്. കുറച്ചൊക്കെ ഒരു വിട്ടുവീഴ്ച ചെയ്തുകൂടെ? എത്ര കാലം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വാശിയിലും വൈരാഗ്യത്തിലും കഠിനമായ ശാഠ്യത്തിലും നിർബന്ധബുദ്ധിയിലുമൊക്കെ ഇങ്ങനെ പലരോടും അവനവനോടും യുദ്ധം ചെയ്ത് നിലനിൽക്കാനായിട്ട് ശ്രമിക്കുന്നത്. കുറെയൊക്കെ നമ്മളും വിട്ടുവീഴ്ച ചെയ്യുന്നത് നല്ലതാണ്. ഒരർത്ഥത്തിൽ യേശുവിനെ സംബന്ധിച്ച്, സകല അർത്ഥത്തിലും യേശുവിനെ സംബന്ധിച്ച് തോമസ് ലീഹ ഒന്നുമല്ല. ഒരു പുൽക്കൊടിക്ക് വേണം തുല്യമെന്ന് പറയാം. നിസ്സാരനാണ്. ഒരു തോമസ് ലീഹ ഇല്ലേലും, ഒരു തോമസ് ലീഹ പോയാലും 100 അല്ല, 1000 അല്ല, 10,000 തോമസ് ലീഹന്മാര് യേശുവിനെ ഇഷ്ടം. പക്ഷെ അതല്ലല്ലോ, കിട്ടുന്നവരല്ലോ ഈ പോകുന്നവനെ പോകാതിരിക്കാനായിട്ട്, നഷ്ടപ്പെടുന്നവനെ നഷ്ടപ്പെടുത്താതിരിക്കാനായിട്ടുള്ള ശ്രമമുണ്ട്. അതുകൊണ്ടാണ് അടുത്ത തവണ വരുന്നത്. ആ വരവ് തോമസ് ലീഹായ്ക്ക് വേണ്ടിയിട്ട് ആയിരുന്നു എന്ന് നമ്മളും ബോധ്യപ്പെടുന്നു. തോമസെ, നീ വരിക, നീ വന്ന് എന്റെ മുറിപ്പാടുകൾ വിലാപ്പുറത്ത് വിരൽ വെച്ച് തൊട്ട് ബോധ്യപ്പെടുക. നീ അവിശ്വാസിയാകാതെ പരിപൂർണ വിശ്വാസിയാവുക. ഒരു സാധാരണ മനുഷ്യനെ വീണ്ടെടുക്കാനായിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു കുറെ കൂടി ചെറുതാവുകയാണ്. നമ്മളും ഈ ഉറപ്പിലൂടെ കടന്നു പോകുന്നവരാണ്. കുറെ കൂടി സ്വയം ഒന്ന് ചെറുതാവാനായിട്ട്, അതും മറ്റുള്ളവർ നേടുന്നതിന്, ആരും നഷ്ടപ്പെടുത്താതിരിക്കുന്നതിന് വേണ്ടി നമുക്ക് സ്വയം ചെറുതാവാം. അതെ, സ്വയം ചെറുതാകാം. ആമേൻ.